എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ ഫോർമേഷൻസ് ഇൻ വേൾഡ് തിയറി എന്ന പുസ്തകത്തില് 6ാമത്തെ ബ്ലോക്കിൽ 2ാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1ാമത്തെ യൂണിറ്റ് ഗ്ലോബലൈസേഷൻ ആയിരുന്നു, ആഗോളവൽക്കരണമായിരുന്നു. അതിന്റെ ബാക്കിയായിട്ട് 2ാമത്തെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്നൊരു ടോപ്പിക്കാണ്. എന്താണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ? എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് പ്രൈവറ്റ് കമ്പനികളുടെ മേലുള്ള നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തുകയും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നതിനെ നമുക്ക് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയാം. അതായത് ഗവൺമെന്റിന്റെ അധികാരം, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിന്റെ മേൽ ഗവൺമെന്റിന്റെ അധികാരം കുറയ്ക്കുകയും അല്ലെങ്കിൽ ഗവൺമെന്റ് അധികാരം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ is the process of loosening or removing government regulation in various aspects of society, including economic, political and social spheres. സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായി ഗവൺമെന്റ് പൊതു ഇടങ്ങളിൽ നടത്തുന്ന നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയാം. ഈ പല മേഖലകളിലും ഗവൺമെന്റ് ഇങ്ങനെ അവരുടെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവാം? കൂടുതൽ വ്യവസായങ്ങൾ പല രാജ്യങ്ങളിലേക്കും വരികയും വ്യവസായ സ്ഥാപനങ്ങൾ വരികയും അവർ വളരെ ഫ്രീ ആയിട്ട് അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങുകയും കൂടുതൽ ഇൻകം നേടുകയും എല്ലാം ചെയ്യും. അതിന് പ്രൊഫിറ്റബിൾ ആയിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഒഴുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഭരണകൂടത്തിന്റെ നിയന്ത്രണം കുറച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അത് നിയന്ത്രണം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ കുറയ്ക്കാം? വ്യക്തികളുടെ മേലുള്ള നിയന്ത്രണം കുറയ്ക്കാം. വ്യക്തി സ്വാതന്ത്ര്യം, തുല്യത, അവകാശങ്ങൾ എന്നിവ ഉയർത്തിക്കൊണ്ടുവരികയും ഈ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ്. ഭരണകൂടത്തിന്റെ നിയന്ത്രണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ അഫയേഴ്സിൽ കുറച്ചു കൊണ്ടുവരിക. ഇൻഡിവിജ്വൽ അഫയേഴ്സിൽ കുറയ്ക്കുമ്പോൾ ഇറ്റ് ഗീവ്സ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അതാണ് പറയുന്നത്. ഇനി സാമ്പത്തിക ലക്ഷ്യം, ഉദാരവൽക്കരണം വഴിയുള്ള സാമ്പത്തിക ലക്ഷ്യം എന്ന് പറയുന്നത് വിപണിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സേവന അധിഷ്ഠിത സമൂഹം രൂപീകരിക്കുക എന്നതാണ്. ഇതാണ് വിപണിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സേവന അധിഷ്ഠിത സമൂഹം രൂപീകരിക്കുകയും സ്വകാര്യ മേഖലയെ ഉയർത്തുക, അതുവഴി വിദേശ നിക്ഷേപം ഉയർത്തുക എന്നതാണ് സാമ്പത്തിക ലക്ഷ്യമായിട്ടുള്ളത്. ഉദാരവൽക്കരണത്തിന്റെ സാമ്പത്തിക ലക്ഷ്യം മാർക്കറ്റ് ബേസ്ഡ് സർവീസ് ഓറിയന്റഡ് സിസ്റ്റം, മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് ഓറിയന്റഡ് സിസ്റ്റം കൊണ്ടുവരികയും അങ്ങനെ ഒരു സൊസൈറ്റിനെ രൂപീകരിക്കുകയും അതെന്താണ് ചെയ്യുന്നത്? പ്രൊമോട്ട്സ്. എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൈവറ്റ് ട്രേഡിനെയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് ഇൻഡസ്ട്രിയലൈസേഷന്റെ കാര്യങ്ങൾ. ഇനി ലിബറലൈസേഷൻ മാറിപ്പോയതാണ്. ലിബറലൈസേഷന്റെ ഫീച്ചേഴ്സ് എന്ന് മെയിൻ ആയിട്ടുള്ള ഒരു സാമ്പത്തിക ലക്ഷ്യം, എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത് അതാണ്. ഉദാരവൽക്കരണത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ലിബറലൈസേഷൻ എന്താണെന്ന് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് ലിബറലൈസേഷന്റെ ഫീച്ചർ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് മൂലധനത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ചലനം, ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഉള്ളത്. ഇനി അടുത്തത് ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് എക്കണോമിക് വെൽത്ത്. ഉൽപ്പന്നങ്ങളിലും അതുപോലെ തന്നെ സമ്പത്തിലും ഉണ്ടാകുന്ന ഉയർച്ച. മറ്റൊരു ഫീച്ചറാണ് പ്രൊമോഷൻ ഓഫ് കോർപ്പറേഷൻ.
മൾട്ടിനാഷണൽ കമ്പനികളെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വ്യവസ്ഥിതിനെ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. നാലാമതായിട്ട് എൻകറേജ് ഇനോമസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഈ ഒരു ഉദാരവൽക്കരണം വഴി ചെറുകിട വ്യവസായങ്ങള് അല്ലെങ്കിൽ ഒരു നാട്ടിൽ തന്നെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള നാട്ടിൽ വളർന്ന ഡൊമസ്റ്റിക് പ്രൈവറ്റ് സെക്ടേഴ്സിന് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉയർത്തി വരിക. ഇപ്പൊ ഇത്തരത്തില് പല വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളുടെ ഉയർച്ച ഈ ഉദാരവൽക്കരണം വഴി സാധ്യമാകുന്നവർ. ഇതാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് എക്കണോമിക് വെൽത്ത്, ഇറ്റ് ഹെൽപ്സ് കോർപ്പറേറ്റ് സെക്ടർ, ഇറ്റ് എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇത്രയാണ് ഇതിന് ഫീച്ചേഴ്സ്. എങ്ങനെയാണ് ലിബറലൈസേഷന്റെ ഒരു ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ 18ാം നൂറ്റാണ്ടില് എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം, യൂറോപ്പിലെ ഒരു കാലഘട്ടമാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ പല രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും, നമുക്ക് അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാനില്ല. അതൊരു പീരീഡ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റത്തിന് എൻലൈറ്റ്മെന്റ് എന്നാണ് പറയുക. ഈ എൻലൈറ്റ്മെന്റ് പീരീഡില് ഉണ്ടായിട്ടുള്ള പുതിയൊരു ആശയമായിരുന്നു സ്വാതന്ത്ര്യം, ലിബർട്ടി, പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ആശയപ്രകാരം സ്വതന്ത്ര വാണിജ്യ കേന്ദ്രങ്ങളും, അതായത് പ്രൈവറ്റ് ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി, സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വത്വം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു തുടക്കമായിരുന്നു, ഇത്തരത്തില് ഉദാരവൽക്കരണത്തിന്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം 19ാം നൂറ്റാണ്ടില് ഒരുപാട് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ലോകവ്യാപകമായിട്ട് കോളനി വൽക്കരണത്തിനെതിരെ, അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ ആശയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് പോരാട്ടങ്ങളെല്ലാം ഒരു 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ട് ഉണ്ടായിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടില് ലിബർട്ടി, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയം വളരെ മുൻപന്തിയിലേക്ക് വരികയാണ്. അപ്പൊ ആ ആശയത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്, ലിബർട്ടി എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് 19ാം നൂറ്റാണ്ടുകളിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇത്തരത്തിലുള്ള ഒരു ലിബറലൈസേഷൻ സഹായകരമായിട്ടുള്ള കാണാം. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ, മാർക്കറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും പല രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളുടെ കമ്പനികൾ വരികയെല്ലാം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിൽ തന്നെ 1970-കൾക്ക് ശേഷം നിയോ ലിബറലിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് സ്വതന്ത്ര മാർക്കറ്റുകൾ സ്ഥാപിക്കുന്നത് വഴി സാമ്പത്തിക രംഗം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാം എന്ന രീതിയിലേക്കുള്ളൊരു നിയോ ലിബറലിസം എന്ന് പറയുന്ന ആശയം 1970-കളിൽ വരുന്നുണ്ട്. ഈ നിയോ ലിബറലിസം എന്ന് പറയുന്ന ആശയം വന്നതിന് ശേഷമാണ് പല രാജ്യങ്ങളിലും ഈ ലിബറലൈസേഷൻ എന്ന് പറയുന്ന ആശയം അവരുടെ ഗവൺമെന്റുകൾ, അതായത് രാജ്യങ്ങളുടെ ഗവൺമെന്റുകൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഒറിജിൻ ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ലിബറലൈസേഷന് നമുക്ക് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ എന്ന് രണ്ടായിട്ട് നോക്കാം. സാമ്പത്തിക ലിബറലൈസേഷൻ, സാമ്പത്തിക ഉദാരവൽക്കരണം. എന്താണ് എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഈ എക്കണോമിക് രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് പുറത്തു കൊണ്ടുവരിക. അപ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ നിയന്ത്രണം സാമ്പത്തിക മേഖലയിൽ കുറച്ചു കൊണ്ടുവരികയും അത് കൂടുതൽ പ്രൈവറ്റ് ആവുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതുവഴി എന്താണ് സംഭവിക്കുന്നത്? വിദേശ വാണിജ്യങ്ങൾ വരും, വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിദേശ നിക്ഷേപങ്ങൾ വഴി ഉയർത്താൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ എക്കണോമിക് ലിബറലൈസേഷനിലെ ഒരു ഭാഗമാണ് ഡീറെഗുലേഷൻ എന്ന് പറയുന്നത്. ഡീറെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളുടെയും അതുപോലെ തന്നെ ബിസിനസ്സുകളുടെയും, വ്യവസായങ്ങളുടെയും ബിസിനസ്സുകളുടെയും മേലുള്ള ഭരണകൂട നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നതിനാണ് ഡീറെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് ലിബറലൈസേഷന് മറ്റൊരു പോയിന്റാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, സ്റ്റേറ്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പബ്ലിക് സെക്ടേഴ്സ് സ്വകാര്യ മേഖലയിലേക്ക്, പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് മാറ്റുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ കൺട്രോളുള്ള പല സെക്ടറുകളും സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വകാര്യവൽക്കരണമാണ്. ഗവൺമെന്റ് കൺട്രോളുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകിക്കൊണ്ട്
സാമ്പത്തിക രംഗത്ത് മാറ്റം വരുത്തുന്നതിന് നമുക്ക് സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ എന്ന് പറയും. ഇതാണ് രണ്ട് തരത്തിലുള്ള എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ നിക്ഷേപങ്ങളെയും പ്രൈവറ്റ് സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്കണോമിക് ലിബറലൈസേഷൻ. അടുത്തതാണ് പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ. പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ മേലുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ കൂടുതൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുന്നതിനെയാണ് പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൂടുതൽ ജനാധിപത്യപരമാക്കുക, കൂടുതൽ ഡെമോക്രാറ്റിക് ആക്കുക. അതാണ് പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് രണ്ട് ഫോംസ് ഓഫ് ലിബറലൈസേഷൻ, എക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ. ഓക്കെ, ഇനി ലിബറലൈസേഷന്റെ ഇഫക്ട്, ലിബറലൈസേഷൻ എങ്ങനെയാണ് സമൂഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്? ഇഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ എന്ന് ചോദിച്ചാൽ ഒന്നാമത് എക്കണോമിക് ഇഫക്ട് ഉണ്ട്, സാമ്പത്തിക മേഖലയിൽ ഇഫക്ട് ഉണ്ട്. എന്താണ് സാമ്പത്തിക മേഖലയിൽ ഇഫക്ട് എന്ന് പറയുന്നത്? വിദേശ കച്ചവടക്കാർ ഇവിടെ വരുന്നു, വിദേശ കമ്പനികൾ ഇവിടെ സ്ഥാപിക്കുന്നു, അവർക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താൻ പറ്റുന്നു. അതിനോട് എന്താ പറയാ, ഗവൺമെന്റിന്റെ കൂടുതൽ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ അവർ സ്വതന്ത്രമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന വഴി ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ഇവിടുത്തെ മാർക്കറ്റുകള് കൂടുതൽ ഗ്ലോബലൈസ്ഡ് ആവും, വേൾഡ് എക്കോണമിയുടെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നതാണ് സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഉദാരവൽക്കരണം വഴി ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണ്? ഒരു വൻകിട ഇതൊക്കെ വരുന്ന സമയത്ത് ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നത് ഇതിന്റെ ഒരു പോരായ്മ തന്നെയാണ്. ഉള്ളവൻ എപ്പോഴും കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നു. ഈ ഒരു പ്രൈവറ്റ് ആക്കുമ്പോൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രൈവറ്റ് ആക്കുക വിചാരിക്കും. അപ്പൊ കൂടുതൽ എന്താ പറയാ, പബ്ലിക്കിന്റെ കയ്യിലിരിക്കുമ്പോൾ, ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുമ്പോൾ അത് പലപ്പോഴും ഫ്രീ ആയിരിക്കും, എല്ലാവർക്കും തുല്യമായിട്ട് സേവനം നൽകുന്നതായിരിക്കും. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും നൽകാതെ ഇപ്പൊ നമ്മളൊരു പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനം എടുക്കാം, ഒരു സർക്കാർ സ്കൂളാകുമ്പോൾ സർക്കാർ സ്കൂളിൽ എന്താണ്, നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതേസമയം പ്രൈവറ്റ് സ്കൂളാകുമ്പോൾ അവിടെ ഫ്രീ അല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അവിടെ കൃത്യമായിട്ട് ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞത് ഒരു വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനും സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു മനുഷ്യനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കും അല്ലെ? അപ്പൊ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാൾക്ക് ഈ പ്രൈവറ്റ് മേഖലനെ സമീപിക്കൽ ബുദ്ധിമുട്ടാണ്. അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും പ്രശ്നമാക്കുക. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ, ഗവൺമെന്റിന്റെ കൺട്രോളുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഈ ഒരു അന്തരം, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വളരെ കൂടുകയാണ് ഈ ഒരു ലിബറലൈസേഷൻ എന്ന ആശയം വഴി ഉണ്ടാവുന്നത്. അതേസമയം വിദേശ നിക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടാവുകയും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ മാറ്റവും ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പോയിന്റാണ്. പൊളിറ്റിക്കൽ ഇഫക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ജനാധിപത്യ ആശയങ്ങളുടെ വളർച്ചയാണ്, അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ആക്സെപ്റ്റ് ആണ് ഡെമോക്രാറ്റിക് ആശയങ്ങൾ വളർത്തുക എന്നുള്ളതാണ് ഈ ലിബറലൈസേഷന്റെ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിബറലൈസേഷൻ വഴി ചില പ്രത്യേക ആളുകൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നടക്കുമ്പോൾ ചില പ്രത്യേക ആളുകളുടെ സ്വത്തും സമ്പാദ്യവും ഇങ്ങനെ കൂടിക്കൂടി വരികയും അവരുടെ അധികാരം പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടാവും. ചിലരുടെ കൈകളിൽ മാത്രം അധികാരം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു നെഗറ്റീവ് ഇഫക്ട് എന്ന് പറയുന്നത് ഈ ലിബറലൈസേഷന്റെ. ഇതിന് അടുത്തൊരു സോഷ്യൽ ഇഫക്ട്. സോഷ്യൽ ഇഫക്ട് നമ്മൾ പറഞ്ഞു, ഒരു ലോക വിപണിയുടെ ഭാഗമാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നമ്മുടെ നാട് അങ്ങനെ ഉയരൊക്കെ ചെയ്യുമ്പോഴും ഈ ആളുകൾ തമ്മിലുള്ള അന്തരം, റിച്ച് ആൻഡ് പുവർ എന്നുള്ള അന്തരം കൂടിക്കൂടി വരികയും അതൊരു വലിയൊരു ഡിവൈഡ് ഉണ്ടാക്കുന്ന, ഒരു ഡിജിറ്റൽ ഗ്യാപ്പ്, ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഉദാരവൽക്കരണത്തെ കുറിച്ച് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു, അതിന്റെ ഇഫക്റ്റ് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇത്ര തന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിബറലൈസേഷനിൽ ഈ പറഞ്ഞ പോയിന്റ്സ് മാത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? താങ്ക് യു.